ഹലോ, അപ്പോൾ ജോമെട്രിയുടെ അടുത്തൊരു ചോദ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്, വൈ ആൻഡ് സെഡ് ആർ ഇൻറ്റീജേഴ്സ് ദാറ്റ് ആർ സൈഡ്സ് ഓഫ് എൻ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. ഇഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 4 ഫൈൻഡ് സെഡ് എന്നാണ് ചോദ്യം. ഓക്കെ, എക്സ് ഇൻറ്റു വൈ 4 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈക്കും എടുക്കാവുന്ന പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. എന്നാലല്ലേ എക്സ് സെഡ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എക്സിനും വൈക്കും എടുക്കാവുന്ന പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് 1 ഇൻറ്റു 4 എന്ന് എടുക്കാം. അപ്പോൾ 4 എന്ന് കിട്ടും. അതേപോലെ 2 ഇൻറ്റു 2 എന്നും എടുക്കാം. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന സൈഡുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രയാങ്കിളിൻ്റെ അറിയാവുന്ന തിയറംസ് എന്തൊക്കെയാണ്? ട്രയാങ്കിൾ ഇനീക്വാളിറ്റി തിയറം അറിയാം. ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ്സിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം. ഒരു സൈഡ് എന്ന് പറയുന്നത്, ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇപ്പോൾ സം ഓഫ് അതർ സൈഡ്സിനെക്കാട്ടിലും ചെറുതായിരിക്കും അല്ലേ. അപ്പോൾ എക്സും വൈയും സെഡും 3 സൈഡുകൾ ഉണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ എന്തായാലും സെഡിനേക്കാളും വലുതായിരിക്കും. അതേപോലെ വൈ പ്ലസ് സെഡ് എക്സിനേക്കാളും വലുതായിരിക്കും. സെഡ് പ്ലസ് എക്സ് വൈനേക്കാട്ടിലും വലുതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ 1, 4 എന്ന് പറയുന്ന ആദ്യത്തെ ചോയ്സ് നമ്മൾ എടുക്കുകയാണ്. 1, 4ഉം സെഡുമാണ് നമ്മുടെ ചോയ്സ് എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ 1 പ്ലസ് 4 സെഡിനേക്കാൾ വലുതായിരിക്കണം. അതേപോലെ തന്നെ 1 പ്ലസ് സെഡ് എന്ന് പറയുന്നത് 4നേക്കാളും വലുതായിരിക്കണം. പിന്നെ 4 പ്ലസ് സെഡ് എന്ന് പറയുന്നത് 1നേക്കാട്ടിലും വലുതായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ വാല്യൂസ് ഇവിടെ വരുന്നു നോക്കാം. 1 പ്ലസ് 4 ഗ്രേറ്റർ ദാൻ സെഡ് എന്ന് പറയുമ്പോൾ 5 ഗ്രേറ്റർ ദാൻ സെഡ്, അല്ലെങ്കിൽ സെഡ് മസ്റ്റ് ബി ലെസ് ദാൻ 5. ഓക്കെ, ഇനി അടുത്തത് 1 പ്ലസ് സെഡ് ഗ്രേറ്റർ ദാൻ 4 എന്ന് പറയുമ്പോൾ സെഡ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 3. 4 പ്ലസ് സെഡ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ സെഡ് പോസിറ്റീവായിട്ടുള്ള ഏത് വാല്യൂ വേണമെങ്കിലും വരാം അല്ലേ. സെഡ് എന്ത് വാല്യൂ വന്നാലും 4 പ്ലസ് പോസിറ്റീവായിട്ടുള്ള എന്ത് വാല്യൂ വന്നു കഴിഞ്ഞാലും 1നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ ഏത് വാല്യൂ വേണമെങ്കിലും വരാം. അപ്പോൾ ഈ 3 കണ്ടീഷൻസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നറിയോ? സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ 3 ആൻഡ് ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ സെഡിൻ്റെ വാല്യൂ എവിടെയാണ്? 3ൻ്റെയും 5ൻ്റെയും ഇടയിലാണ് കേട്ടോ. 3 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 5 എന്നാണ് നമുക്ക് വരാൻ പോകുന്നത്. അങ്ങനെ ആകെ ഒരേ ഒരു ഇൻറ്റീജർ അല്ലേ ഉള്ളൂ. ഏതാണത്? 4 ആണ്. അപ്പോൾ ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഇൻറ്റീജേഴ്സ് പോസിറ്റീവ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് ഉള്ളത്. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എക്സും വൈയും സെഡും ഇൻറ്റീജേഴ്സ് ആയിരിക്കണമെന്ന്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവും ആണുള്ളത്. നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് വരില്ല. സൈഡ് ഓഫ് എ ട്രയാങ്കിളാണ്, 0വും വരില്ല. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സിനെയാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ അത് എല്ലാം വരാം. 3ൻ്റെയും 5ൻ്റെയും ഇടയിലുള്ള നമ്പർ എന്ന് വെച്ചാൽ സെഡ് ഇവിടെ 4 മാത്രമാവാനേ സാധ്യതയുള്ളൂ. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1, 4, 4 വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഒരു കണ്ടീഷനും കൂടി ഉണ്ടല്ലോ. ലോങ്ങസ്റ്റ് സൈഡ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് സൈഡ് സ്ക്വയർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സം ഓഫ് അതർ സൈഡ്സ്, സം ഓഫ് സ്ക്വയർ ഓഫ് അതർ സൈഡ്സ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ, അത് സാറ്റിസ്ഫൈ ചെയ്യില്ല എന്ന്. കാരണം 4ഉം 4ഉം 2 ഈക്വൽ സൈഡ്സ് വന്നിട്ടുണ്ട്. അത് തന്നെ ഒബ്റ്റ്യൂസിന് നടക്കാൻ സാധ്യത ഇല്ലാത്തത് ഒരു കാര്യമാണ്. കാരണം ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു ആംഗിളേ ഒബ്റ്റ്യൂസ് ആംഗിൾ വരുള്ളൂ. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് മാത്രമേ ലോങ്ങസ്റ്റ് സൈഡ് വരുള്ളൂ. അപ്പോൾ 2 ലോങ്ങസ്റ്റ് സൈഡ് എന്തായാലും വരില്ലല്ലോ, 2 ഒബ്റ്റ്യൂസ് ആംഗിൾ എന്തായാലും വരില്ല ഒരു ട്രയാങ്കിളിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒബ്റ്റ്യൂസ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റാണ് ലോങ്ങസ്റ്റ് സൈഡ് എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും വേറൊരു ലോങ്ങസ്റ്റ് സൈഡും കൂടെ വരില്ല. അപ്പോൾ 4 സ്ക്വയർ ഗ്രേറ്റർ ദാൻ 1 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്തായാലും ട്രൂ ആവില്ല. അപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ 2, 2 തന്നെ നമുക്ക് നോക്കണം. നമുക്കിനി ആകെയുള്ള ചോയ്സ് 2, 2 ആണ്. 2, 2 നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി ഒന്ന് ആദ്യം എടുത്തു നോക്കാം. 2ൻ്റെയും ട്രയാങ്കിൾ ഇനീക്വാളിറ്റി എടുക്കുമ്പോൾ 2, 2 സെഡ് എന്ന് പറഞ്ഞിട്ട് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി എടുക്കുമ്പോൾ നമുക്ക് എന്താണ് വരാൻ പോകുന്നത്? ഇവിടെ വരാൻ പോകുന്നത് 2 പ്ലസ് 2 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ സെഡും 2 പ്ലസ് സെഡ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 2 എന്നുമാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ 4 ഗ്രേറ്റർ ദാൻ സെഡ് എന്നും വരും. ഇവിടെ രണ്ടാമത്തേൽ നമുക്ക് വരാൻ പോകുന്നത് സെഡ് ഗ്രേറ്റർ ദാൻ 0 എന്നും. ഓക്കെ, എന്ന് വെച്ചാൽ 0ൻ്റെയും 4ൻ്റെയും ഇടയിലുള്ള എല്ലാ വാല്യൂസും 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 4 എല്ലാ വാല്യൂസും ഇവിടെ പറ്റും. അതായത് 1, 2, 3 ഈ 3 വാല്യൂസും ഇവിടെ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതോ ഒരു വാല്യൂ ആണ് സെഡിന് പറ്റുന്നത്. കാരണം നമുക്ക് അങ്ങനെയാണല്ലോ ചോദിച്ചിട്ടുള്ളത്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സെഡ് എന്നാണ്. ഫൈൻഡ് ദ എല്ലാ പോസിബിൾ വാല്യൂസും കണ്ടുപിടിക്കാൻ പറയുന്നില്ല.
ഫൈൻഡ് സെഡ് എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ മേ ബി ഒരെണ്ണം മാത്രമേ അവിടെ ചൂസ് ചെയ്യാൻ പറ്റുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള 3 ചോയ്സസ് നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്കത് ഒബ്റ്റ്യൂസ് ആംഗിൾ കണ്ടീഷനിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ സെഡ് ആദ്യം തന്നെ 1 ആണ് എന്ന് വിചാരിക്കുക. സെഡ് 1 ആണെങ്കിൽ അല്ലേ നമുക്ക് എന്താണ് വരാൻ പോകുന്നത്? 1 2 1 എന്ന് വരും. അതായത് 2 സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരാൻ പോകുന്നത്? ഇവിടെ ലാർജസ്റ്റ് ഇതെന്ന് പറയുന്നത് സൈഡ് എന്ന് പറയുന്നത് 2 to 1 അല്ലേ? 2 to 1 ആണ്. 2 to 1 ആകുമ്പോൾ 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വരും. ഇതെന്തായാലും ട്രൂ അല്ല. അടുത്തത് സെഡ് ഈക്വൽ ടു 2 വരും. സെഡ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ 2 2 2 എന്തായാലും ഒരു ലാർജസ്റ്റ് സൈഡല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും നടക്കില്ല. സെഡ് ഈക്വൽ ടു 3 വരുമ്പോൾ നമുക്ക് നോക്കാം. 2 2 3 എന്നാണ് വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ 3 സ്ക്വയർ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇവിടെ നോക്കിയേ 9 ഇസ് ഗ്രേറ്റർ ദാൻ 4 പ്ലസ് 4 8. ഇത് കണ്ടീഷൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇവിടെ സെഡ് 3 ആവാനാണ് സാധ്യത. അപ്പോൾ സെഡ് ഈക്വൽ ടു 3 ആണ് ഇവിടുത്തെ ആൻസർ കേട്ടോ. ഇതിങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലേൺ വിത്ത് സ്കിപ്പ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്